കൊല്ലം മൺട്രോത്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. മൺട്രോത്തുരുത്തിലെ കായലിലൂടെയുള്ള ഒരു ബോട്ട് യാത്രയിലാണ് ഞങ്ങളായിരിക്കുന്നത്. കൺകുളിർക്കെ അതിന്റെ മനോഹാരിത മുഴുവനും ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. ചുറ്റുപാട് നോക്കുമ്പോൾ കണ്ടൽ കാടുകൾ പോലും ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു യാത്രയുടെ സമാപന ഭാഗത്ത് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന യാത്ര കണ്ടൽ കാടുകളിലേക്ക് കടന്നു ചെല്ലുക, അവിടെ ഇറങ്ങുവാനും അല്പസമയം അവിടെ ചെലവഴിക്കുവാനും സാധിക്കും എന്ന ബോട്ടുമാന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു യാത്ര ആ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഏതാണ്ട് അടുത്തെത്താറായിരിക്കുകയാണ്. ഞങ്ങൾ ചെല്ലുന്ന അവസരത്തിൽ മറ്റൊരു ബോട്ട് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം വേണം ഞങ്ങളുടെ ബോട്ടുകളും അങ്ങോട്ട് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ട്. അവർ പോയതിന് ശേഷമാണ് ഞങ്ങളുടെ ബോട്ടുകൾ യഥേഷ്ടം ആ ഒരു ഭാഗത്തേക്ക് അടുപ്പിച്ചത്. കണ്ടൽ കാടുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള കണ്ടൽ കാടുകളുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് യഥേഷ്ടം ഈ ഒരു ഭാഗത്ത് ഇറങ്ങി നിൽക്കുവാനും വെള്ളത്തിന്റെ ഉയരം അല്പം കുറവുള്ളതും. കൃത്യമായിട്ട് പറഞ്ഞ നമ്മുടെ മുട്ടോളം വെള്ളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു ഭാഗത്തെ കണ്ടൽ കാടുകളിൽ യഥേഷ്ടം ഇറങ്ങുവാനും വിനോദസഞ്ചാരികൾക്ക് യഥേഷ്ടം അവിടെ സമയം ചെലവഴിക്കാനും സാധിക്കുന്നു എന്നുള്ളതാ ഇതിന്റെ ഒരു പ്രത്യേകത. മൺട്രോത്തുരുത്ത് എന്ന് പറയുന്ന ഭാഗത്ത് ബോട്ട് യാത്രയ്ക്കായിട്ട് എത്തിച്ചേരുന്ന എല്ലാ വിനോദസഞ്ചാരികളെയും കൊണ്ട് ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേർക്കാറുണ്ട് എന്നുള്ള കാര്യമാണ്. ശരിക്കും വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു ഭാഗവും ഇത് തന്നെയാണ് എന്നുള്ള കാര്യം ഞങ്ങളോട് ബോട്ടുമാൻ പങ്കുവയ്ക്കുകയാണ്. പോകും വഴികളിൽ ഒത്തിരിയേറെ നല്ല നല്ല കാഴ്ചകൾ അയവർത്തിക്കൊണ്ടാണ് ഈ ഒരു യാത്ര ഞങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരുന്നത്. ഞങ്ങളുടെ യാത്ര ആരംഭിച്ച സ്ഥലത്ത് തന്നെ തിരികെ എത്തിച്ചേരുകയുണ്ടായി.